നമസ്കാരം. ടെക്സസിലെ ഒരു റിപ്പബ്ലിക്കൻ നേതാവായ അലക്സാണ്ടർ ഡങ്കൻ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. എന്താണ് ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കളോട് ഇത്ര വലിയ പ്രശ്നമെന്നല്ലേ? ഹനുമാൻ പ്രതിമയെ വ്യാജ ഹിന്ദു ദൈവം എന്ന് വിശേഷിപ്പിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇത് വ്യാപകമായ പ്രതിഷേധത്തിനും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കുമാണ് ഇപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത്. ടെക്സസിലെ ഷുഗർലാൻഡിലുള്ള ഹനുമാൻ പ്രതിമയെക്കുറിച്ചാണ് ഡങ്കൻ വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം ചോദിച്ചത്, എന്തുകൊണ്ടാണ് നമ്മളൊരു വ്യാജ ഹിന്ദു ദൈവത്തിന്റെ വ്യാജ പ്രതിമ ടെക്സസിൽ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് എന്നാണ്. നമ്മളൊരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഈ പരാമർശങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായി. ഡങ്കന്റെ അഭിപ്രായങ്ങളെ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അവയെ ഹിന്ദു വിരുദ്ധവും പ്രകോപനപരവുമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഡങ്കന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ വിവേചനത്തിനെതിരെയുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് സംബന്ധിച്ച് ആഭ്യന്തര അവലോകനം നടത്തുമെന്നും ആവശ്യപ്പെട്ട് അവർ റിപ്പബ്ലിക്കൻ പാർട്ടിയെയും അറിയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ പല ഉപഭോക്താക്കളും ഞെട്ടലും നിരാശയും പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി. ഒരു ഉപയോക്താവ് പ്രതികരിച്ചത്, നിങ്ങൾക്കിഷ്ടമുള്ളത് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ മറ്റൊരാളുടെ വിശ്വാസങ്ങളെ തെറ്റാണ് എന്ന് വിളിക്കുന്നത് സ്വാതന്ത്ര്യമല്ല എന്നാണ്. ഈ രാജ്യത്ത് ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്നതിൽ നിങ്ങൾക്ക് ഒരു പങ്കും ലഭിച്ചില്ല. നമുക്ക് പല വിശ്വാസങ്ങളുണ്ട് എന്ന് മറ്റൊരു ഉപയോക്താവും ചൂണ്ടിക്കാട്ടി. ഏതാണ് വിവാദമായ പ്രതിമ എന്നല്ലേ? ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലെ 90 അടി ഉയരമുള്ള വെങ്കല പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിയനാണ് വിവാദത്തിൽപ്പെട്ട പ്രതിമ. ഭക്തി, ശക്തി, ഐക്യം എന്നിവയുടെ പ്രതീകമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ പ്രതിമയാണിത്. ടെക്സസിലെയും മറ്റ് സ്ഥലങ്ങളിലെയും നിരവധി ഹിന്ദുക്കൾക്ക് ഹനുമാൻ പ്രതിമ ഒരു മതചിഹ്നം മാത്രമല്ല, മറിച്ച് അവരുടെ സ്വത്വത്തിന്റെ സാംസ്കാരിക അടയാളം കൂടിയാണിത്. ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നത വളർത്താനും സഹിഷ്ണുത കുറയ്ക്കാനും കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കേണ്ടത് അനിവാര്യം തന്നെ. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ നേതാവായ അലക്സാണ്ടർ ഡങ്കൻ നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഹനുമാൻ പ്രതിമയെ വ്യാജ ഹിന്ദു ദൈവം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യാപകമായ പ്രതിഷേധത്തിനും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളിലേക്കും കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ച് പാശ്ചാത്യ ലോകത്ത് നിലനിൽക്കുന്ന ഹിന്ദു വിരുദ്ധതയുടെ പുതിയ ഉദാഹരണം മാത്രമാണിത്. എന്താണ് അവർക്ക് ഹിന്ദുക്കളോട് ഇത്ര വലിയ പ്രശ്നം? ഡങ്കന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു തെരഞ്ഞെടുപ്പ് റാലിക്കിടെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ അനുയായിയായ ഒരു ഹിന്ദു സ്ത്രീക്ക് ഹനുമാന്റെ ഒരു ചെറിയ പ്രതിമ സമ്മാനിക്കുന്ന ചിത്രം ഡങ്കൻ പങ്കുവച്ചിരുന്നു. ഈ ചിത്രത്തോടൊപ്പം ഹനുമാനെ വ്യാജ ദൈവം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശം ഒരുപാട് പേരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവന അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതിന്റെ സൂചന കൂടിയാണ്. ഹിന്ദു വിരുദ്ധതയുടെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പാശ്ചാത്യ ലോകത്ത് ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധത വളരുന്നതിന് പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താനുണ്ട്. ഒന്ന്, തെറ്റിദ്ധാരണകളും അവരുടെ അജ്ഞതയും തന്നെയാണ്. അതായത് പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഹിന്ദു മതത്തെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു മതത്തിലെ ബഹുദൈവ ആരാധന, പ്രതിമാ പൂജ, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തത് ഈ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നു. ഇത് പലപ്പോഴും മതത്തെ പരിഹസിക്കാനും തരം താഴ്ത്താനും കാരണമാകുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട്. രണ്ടാമത്തേത് വംശീയ വിവേചനം തന്നെയാണ്. ദക്ഷിണേഷ്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കൂടുന്നത് കൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള വംശീയ വിവേചനത്തിന്റെ ഒരു ഭാഗമായി ഹിന്ദു മതത്തെയും അതുപോലെ തന്നെ അവരുടെ ആചാരങ്ങളെയും ചിലർ ലക്ഷ്യമിടാറുണ്ട്. അവർ ഈ മതത്തെ പ്രാകൃതമെന്നും അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞതെന്നുമൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. രാഷ്ട്രീയപരമായ താല്പര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഹിന്ദു വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഹിന്ദു വോട്ടർമാരെയും അവരുടെ താല്പര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് മറ്റ് മതവിഭാഗങ്ങളുടെ പിന്തുണ നേടാൻ അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സമാനമായ സംഭവങ്ങൾ അലക്സാണ്ടർ ഡങ്കന്റെ പ്രസ്താവനയ്ക്ക് മുൻപും നിരവധി ഹിന്ദു വിരുദ്ധ സംഭവങ്ങൾ പാശ്ചാത്യ ലോകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാനിവിടെ എടുത്തു പറയുകയാണ്. അമേരിക്കയിലെ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് അതിൽ പ്രധാനപ്പെട്ടത്. പല അമേരിക്കൻ സംസ്ഥാനങ്ങളിലും ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയും പ്രതിമകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിവേചനമാണ് മറ്റൊന്ന്. ചില പാശ്ചാത്യ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദു വിദ്യാർത്ഥികൾക്ക് നേരെ വിവേചനം ഉണ്ടായിട്ടുണ്ട്. അവരുടെ മതപരമായ ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും പലപ്പോഴും പരിഹസിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങളും സിനിമകളും ഇതിന് വലിയൊരു പങ്കും കൊടുത്തിട്ടുണ്ട്. ചില ഹോളിവുഡ് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ഹിന്ദു ദൈവങ്ങളെയും ആചാരങ്ങളെയും പരിഹസിക്കുന്ന രംഗങ്ങളും ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാനായിരിക്കും. ഈ
സംഭവങ്ങൾ പാശ്ചാത്യ ലോകത്ത് ഹിന്ദുക്കൾ നേരിടുന്ന വെല്ലുവിളികളുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൂടുതൽ വർഗീയമായ ചേരിതിരിവിന് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഹിന്ദു മതത്തെയും അവരുടെ ആചാരങ്ങളെയും കുറിച്ച് ശരിയായ ധാരണ നൽകാനും വർഗീയമായ നീക്കങ്ങളെ ചെറുക്കാനും ആഗോളതലത്തിൽ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെ. ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഹിന്ദു വിരുദ്ധത വളരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം അവിടെയാണ് പ്രസക്തമാകുന്നത്. അമേരിക്കൻ രാഷ്ട്രീയ നേതാവായ അലക്സാണ്ടർ ഡങ്കനെ പോലുള്ളവരുടെ പ്രസ്താവനകൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഹിന്ദു വിരുദ്ധതയുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ക്രൈസ്തവ സമൂഹം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഹിന്ദുക്കളോടുള്ള വെറുപ്പ് വർദ്ധിക്കുന്നതിന് പല ചരിത്രപരവും സാമൂഹികവുമായ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. അതിൽ പ്രധാനപ്പെട്ടത് മതപരമായ വേരുകൾ തന്നെയാണ്. ക്രിസ്തുമതം ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണല്ലോ. എന്നാൽ ഹിന്ദുമതമോ ബഹുദൈവ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇതിൽ ഒരുപാട് ദൈവങ്ങളും അതുപോലെ പ്രതിമാ പൂജയും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ ബഹുദൈവ ആരാധനയെ ക്രിസ്തുമതത്തിന്റെ കാഴ്ചപ്പാടിൽ വിഗ്രഹ ആരാധനയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത് ചില മതവിശ്വാസികൾക്ക് ഹിന്ദു മതത്തോടുള്ള അസഹിഷ്ണുതയ്ക്കും കാരണമാക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ വിഗ്രഹ ആരാധനയെ കാര്യമായിട്ട് എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില തീവ്ര വിശ്വാസികൾ ഹിന്ദു ആചാരങ്ങളെയും ദൈവങ്ങളെയും തെറ്റായിട്ടാണ് കാണുന്നത്. കുടിയേറ്റവും സാംസ്കാരിക സംഘർഷവുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ദക്ഷിണേഷ്യയിൽ നിന്നുള്ള ആളുകൾ കൂട്ടമായി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറിയപ്പോൾ അവർ തങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും തദ്ദേശീയരായ ആളുകൾക്ക് അപരിചിതമായി തോന്നുകയും സാംസ്കാരികപരമായ സംഘർഷങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്തു. അമ്പലങ്ങൾ നിർമ്മിക്കുന്നതും ഉത്സവങ്ങൾ നടത്തുന്നതും ചില പ്രദേശവാസികളിൽ അസ്വസ്ഥത ഉണ്ടാക്കി. ഇത് പലപ്പോഴും വംശീയ വിവേചനത്തിനും മതപരമായ മുൻവിധിക്കും കാരണമായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഹിന്ദുമതത്തെക്കുറിച്ച് ആഴത്തിലും ഒരു പഠനവുമില്ലാതെ പലപ്പോഴും ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, സ്ത്രീധനം പോലുള്ള സാമൂഹിക പ്രശ്നങ്ങളെ ഹിന്ദു മതവുമായി നേരിട്ട് ബന്ധപ്പെടുത്തി ചിത്രീകരിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്ത്രം, യോഗ തുടങ്ങിയ കാര്യങ്ങളെ അതിന്റെ യഥാർത്ഥ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാതെ പരിഹസിക്കുന്ന പ്രവണതയും ഇവിടെയുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ ഹിന്ദു സമൂഹത്തെ ലക്ഷ്യമിടുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ തന്നെയാണ്. ചില തീവ്ര വലതുപക്ഷ പാർട്ടികൾ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഹിന്ദുക്കളെയും അവരുടെ മതത്തെയും അവർക്ക് എതിരാളികളായി ചിത്രീകരിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹിന്ദു വിരുദ്ധത ഇപ്പോൾ വളർന്നു വരുന്നത്. ഈ വിവേചനങ്ങളെ ചെറുക്കുന്നതിന് ഹിന്ദു മതത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നടത്തുകയും മതങ്ങൾക്കിടയിൽ പരസ്പര ധാരണ വളർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ഹിന്ദുവിരുദ്ധ പ്രസ്താവനകൾ ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ, പ്രത്യേകിച്ച് സമ്പന്നരായ ബിസിനസ്സുകാർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, അമേരിക്കയിൽ നിരവധി സമ്പന്നരായിട്ടുള്ള ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്. അവരിൽ ഭൂരിപക്ഷം പേരും ഹിന്ദുക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രസ്താവന അമേരിക്കയിൽ വരുമ്പോൾ അത് വലിയ കോളിളക്കങ്ങൾക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വരെ കാരണമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു അമേരിക്കൻ രാഷ്ട്രീയ നേതാവ് ഹനുമാൻ പ്രതിമയെ വ്യാജദൈവം എന്ന് വിശേഷിപ്പിച്ചത് ഈ വിഷയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിരിക്കുകയാണ്. സാമ്പത്തികമായും സാമൂഹികമായും അമേരിക്കൻ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഇന്ത്യൻ അമേരിക്കൻ സമൂഹം ഇത്തരം പ്രസ്താവനകളെ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിലുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. അമേരിക്കയിൽ ഏറ്റവും ഉയർന്ന വരുമാനമുള്ളതും മികച്ച വിദ്യാഭ്യാസം നേടിയതുമായ സമൂഹങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ അമേരിക്കൻ സമൂഹം. ആയിരക്കണക്കിന് ഇന്ത്യൻ വംശജർ സാങ്കേതിക വിദ്യ, വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ്, ബിസിനസ് എന്നീ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. ഇവരിൽ പലരും അമേരിക്കൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സംഭാവനകളും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇവർ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നതിലൂടെയും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്നതിലൂടെയും ഇവർ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദു വിരുദ്ധതയും അതൃപ്തിയും കൊണ്ട് ഓരോ പുലഭ്യം വിളിച്ചു പറയുമ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നില്ല ഹിന്ദു സമൂഹം എത്രത്തോളം അമേരിക്കയിൽ വേരാഴ്ത്തിയിട്ടുണ്ട് എന്ന കാര്യം. രാഷ്ട്രീയ നേതാക്കളുടെ ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ ഈ സമൂഹത്തെ വേദനിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ സമ്പന്നരാണെങ്കിലും രാഷ്ട്രീയമായി പിന്നോട്ട് പോവുകയാണോ എന്ന ചോദ്യം ഇവർക്കിടയിൽ ഉയർത്തുന്നു. തങ്ങളെ മതപരമായി ആക്ഷേപിക്കാനും അതേസമയം തങ്ങളുടെ സാമ്പത്തിക സഹായം സ്വീകരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരോടുള്ള അതൃപ്തി അവർക്കിടയിൽ വർദ്ധിച്ചു വരും. ഈ പ്രസ്താവനകൾ തങ്ങളുടെ പുതിയ തലമുറയ്ക്കും രാജ്യത്ത് സുരക്ഷിതമായ അന്തരീക്ഷമുണ്ടോ എന്ന ആശങ്കയ്ക്കും കാരണമാക്കുന്നു. ഈ സംഭവം രാഷ്ട്രീയമായ തിരുത്തലുകൾക്ക് വഴിവെക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ കൂടുതൽ രാഷ്ട്രീയമായി ഉണർത്താനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ ശക്തമായി പ്രവർത്തിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നു. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായേക്കാം.